നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ടീമുകളും നിങ്ങൾക്ക് വേണ്ട പ്ലേയേഴ്സിനായിട്ട് അവസാന ഘട്ട പരിശ്രമത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് മത്തായിസ് ടെല്ലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടെല്ല് ടോട്ടനാമിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ പുള്ളി ഒഫീഷ്യലായിട്ട് സ്പേഴ്സിനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഡാനിയൽ ലീവി മ്യൂണിച്ചിലേക്ക് പോയി സ്പേഴ്സിന്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ല എന്നാണ് ടെല്ലിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാദം. പുള്ളി ഇപ്പോഴും മറ്റൊരു ഡീല് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് ക്ലബുകൾ പുള്ളിയുടെ സിഗ്നേച്ചറിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസനൽ, ചെൽസി, ആസ്റ്റൺ വില്ല ഇവരൊക്കെ മത്തായിസ് ടെല്ലിനെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നമ്മൾ കോളോ മുവാനിയെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിയെ കിട്ടിയില്ല. ഇപ്പൊ മത്തായിസ് ടെല്ല് റിജക്ട് ചെയ്തു. ഇപ്പൊ ക്ലബിന്റെ അവസ്ഥ സൂചിപ്പിക്കുന്ന ഒരു റിജക്ഷൻ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഡാനിയൽ ലീവി ഇതൊക്കെ കണ്ട് കുറച്ച് പൈസയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനിടയ്ക്ക് മറ്റൊരു ന്യൂസ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. AC മിലാന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള ടൊമോറിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേഴ്സ് നെഗോസിയേഷൻ നടത്തുന്നു എന്നുള്ള വാർത്ത പല സോഴ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. എത്ര പൈസക്ക് പുള്ളിയെ സൈൻ ചെയ്യാൻ പോകുന്നു, ലോൺ ഡീലാണോ അല്ലെങ്കിൽ പെർമനന്റ് ഡീലാണോ, ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ അറിയില്ല. ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്കൊന്നും ഈ ഡിസ്കഷൻ പോയിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പൊ 3 സെന്റർ ബാക്സിനെ സ്പേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേരാണ് ടൊമോറി. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അടുത്ത മണിക്കൂറുകൾ നമ്മൾ വെയിറ്റ് ചെയ്യാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് റാഷ്ഫോർഡിന്റെ സൈഡിൽ നിന്നാണ്. അപ്പൊ റാഷ്ഫോർഡ് ബാഴ്സലോണയിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ബാഴ്സക്ക് ഇപ്പോഴും ഫിനാൻഷ്യൽ ഫെയർ പ്ലേ ഇഷ്യൂ ഉണ്ട്. പുതിയ പ്ലെയറെ സൈൻ ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അതിനിടയ്ക്കാണ് ആസ്റ്റൺ വില്ല ഒരു നല്ല കോണ്ടന്ററായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ജോൺ ഡുറൈന്റെ കാര്യം നമുക്കറിയാം. അൽ നസർ 77 മില്യൺ പ്ലസ് ബോണസ് കൊടുത്തിട്ട് ജോൺ ഡുറൈനെ ആസ്റ്റൺ വില്ലയിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിലേക്കാണ് വില്ല പുതിയ ഒരു പ്ലെയറെ കൺസിഡർ ചെയ്യുന്നുണ്ട്. 2 പ്ലെയേഴ്സ് ആണ് ഈ ലിസ്റ്റിലുള്ളത്. ഒന്ന് വോൾസിന്റെ ഫോർവേഡ് ആയിട്ടുള്ള കുനിയ, അല്ലെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ്. ഇപ്പൊ റാഷ്ഫോർഡിന്റെ കാര്യം നമുക്കറിയാം. പുള്ളി എന്തായാലും അമോറിത്തിന്റെ പ്രോജക്റ്റിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മാർക്കസ് റാഷ്ഫോർഡ് ആസ്റ്റൺ വില്ലയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് അൽ നസറിന്റെ സൈഡിൽ നിന്നാണ്. അവർ പൈസ വാരി എറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബ്രൈറ്റന്റെ വിങ്ങർ ആയിട്ടുള്ള മിത്തോമക്ക് വേണ്ടി 65 മില്യന്റെ ഒരു വലിയ ഡീല് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രൈറ്റൺ ഇത് ഒഫീഷ്യലായിട്ട് റിജക്ട് ചെയ്തു. ഇപ്പൊ മിത്തോമയുടെ ഒരു ഇമ്പാക്ട് കഴിഞ്ഞ കുറെ മത്സരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പുള്ളി വിങ്ങിലൂടെ ഡ്രിബിളിംഗ് ആയാലും ഒരു ഫൈനൽ തേർഡിലെ ഡെലിവറി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒരു 80 to 100 മില്യൺ ഒക്കെയാണ് ബ്രൈറ്റൺ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ 100 മില്യൺ ഒക്കെ വലിയ ഡിഫറൻസ് ആണ് എന്ന് പറയേണ്ടി വരും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. സിറ്റി പോർട്ടോയുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള നിക്കോ ഗോൺസാലോസിനെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പൊ പുറത്തേക്ക് വിടുന്നുണ്ട്. ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു. 60 മില്യന്റെ ഒരു റിലീസ് ക്ലോസ് ഗോൺസാലോസിന്റെ കോൺട്രാക്റ്റിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിറ്റി ഒക്കെ നോക്ക്, ഓരോ പ്ലെയറെ സൈൻ ചെയ്യുന്നു, വീണ്ടും 40-50 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പൊ മിഡ്ഫീൽഡിലേക്കാണ് നിക്കോ ഗോൺസാലോസിനെ സിറ്റി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അധികം വൈകാതെ ചിലപ്പോൾ ഈ ഡീല് ക്ലോസ് ആവും എന്നുള്ള വാർത്തയും പല സോഴ്സിൽ നിന്ന് കേൾക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ല ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയിട്ടാണ് ഈ ജനുവരി വിൻഡോയെ നമ്മൾ കാണേണ്ടത്. ഒരുപാട് പുതിയ ന്യൂസുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോ ആർസനൽ 2-3 പ്ലേയേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരെയും സൈൻ ചെയ്യാനായിട്ട് ആർസനലിന് കഴിഞ്ഞിട്ടില്ല. മത്തായിസ് ടെല്ലുമായിട്ട് ഡിസ്കഷൻ നടത്തി എന്നുള്ള വാർത്ത നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 40 മില്യൺ പ്ലസ് ആഡ് ഓൺ ഒക്കെ കൊടുത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
തയ്യാറാണ്. ഇനീഷ്യൽ ലോൺ പ്രപ്പോസൽ ബയൺ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.